ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 10ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ്റെ പാർട്ട് 3 ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമ്പിനേഷൻ റിയാക്ഷൻ ആസ് വെൽ ആസ് ദി ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. സോ മൂവിങ് ഓൺ ടു ദ ടോപ്പിക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. So displacement reaction. Here is an activity for you. Activity 1.9. Take 3 iron nails and clean them by rubbing with sandpaper. Take 2 test tubes. Mark A and B. In each test tube, take about 10 ml of copper sulfate solution. So we have to take 2 test tube എടുക്കണം. അതിനകത്തേക്ക് 10 ml of copper sulfate solution എടുക്കണം. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് 3 അയൺ നെയിൽസ്, അതായത് ആണി എടുക്കണം. ഓക്കെ, ആൻഡ് ആണി എപ്പോഴും എന്തായിരിക്കണം, സാൻഡ് പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ടൈ 2 iron nails with a thread and immerse them carefully in the copper sulfate solution in test tube B for about 20 minutes and keep the iron nail aside for the comparison. So നമ്മൾ ഒരു അയൺ നെയിൽ മാറ്റി വെച്ചിട്ട് ടെസ്റ്റ് ട്യൂബ് ബിനകത്ത് 2 അയൺ നെയിൽ ഒരു ത്രെഡ് വെച്ച് കെട്ടി ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്യണം. പിന്നെ വേറെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ പറഞ്ഞല്ലോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഓൾറെഡി എടുത്തു വെച്ചല്ലോ. ഓക്കെ, ആഫ്റ്റർ 20 മിനിറ്റ്സിന് ശേഷം ടേക്ക് ഔട്ട് ദ അയൺ നെയിൽസ് ഫ്രം ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സോ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് നിന്ന് അയൺ നെയിൽസ് പുറത്തെടുക്കണം. ഓക്കെ, കമ്പയർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ ടെസ്റ്റ് ട്യൂബ്സ് എ ആൻഡ് ബി. സോ ടെസ്റ്റ് ട്യൂബ് എ ആൻഡ് ബിയിൽ കമ്പയർ ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണെന്ന് നോക്കണം. സോ ദിസ് ഈസ് ദ ആക്ടിവിറ്റി. വി ഹാവ് ടേക്കൺ എ ടെസ്റ്റ് ട്യൂബ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിച്ചു 10 ml ആയിരിക്കണം. സോ പിന്നെ അതിനുശേഷം 2 അയൺ നെയിൽസ് ഇമേഴ്സ് ചെയ്തു. ഓക്കെ, ഇതിന് ശേഷം 20 മിനിറ്റ്സിന് ശേഷം വാട്ട് വാസ് ദ റിസൾട്ട്, അതായത് അയൺ നെയിൽസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓൾസോ കമ്പയർ ദ കളർ ഓഫ് ദ അയൺ നെയിൽ ഡിപ്ഡ് ഇൻ ദ കോപ്പർ സൾഫേറ്റ് വിത്ത് ദ വൺ കെപ്റ്റ് സൈഡ്. സോ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ട്യൂബ് എനകത്ത് കോപ്പർ സൾഫേറ്റ് മാത്രം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ടെസ്റ്റ് ട്യൂബ് ബിയും അതിൻ്റെ കളർ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, so this is the iron nail after 20 minutes. The iron nail taken from the copper sulfate. What is the color of the iron nail here? Yes, it's brown in color. So ഇനി നമ്മൾ ഇൻറ്റൻസിറ്റി നോക്കുകയാണ്. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് ടെസ്റ്റ് ട്യൂബ് എയിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സോ അതിൻ്റെ മുന്നേ നമുക്ക് മനസ്സിലാക്കണം വാട്ട് ഈസ് ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. യെസ്, ബ്ലൂ ഇൻ കളർ ആയിരിക്കും. പക്ഷേ അയൺ നെയിൽ ഇട്ട് വെച്ച് 20 മിനിറ്റ്സിന് ശേഷം അയൺ നെയിൽ ഇട്ട് വെച്ച് ആ ടെസ്റ്റ് ട്യൂബിനകത്തുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇറ്റ്സ് ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള കളറായിരിക്കും. ഓക്കെ, വൈ ഡസ് ദ അയൺ നെയിൽ ബിക്കം ബ്രൗണിഷ് ഇൻ കളർ? എന്തുകൊണ്ടാണ് അയൺ നെയിൽ ബ്രൗണിഷ് ഇൻ കളർ ആയത്? ആൻഡ് ദ ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് ഫേഡ്സ്. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് Fe, that is iron, on reaction with the copper sulfate in aqueous to give FeSO4 and copper. So FeSO4 നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. FeSO4 7H2O, അതായത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് അയൺ സൾഫേറ്റിൻ്റെ ശരിക്കുള്ള കെമിക്കൽ ഫോർമുലയാണ്. ഓക്കെ, ഇൻ ദിസ് റിയാക്ഷൻ ദ അയൺ ഹാസ് ഡിസ്പ്ലേസ്ഡ് ഓർ റിമൂവ്ഡ് ബൈ അനദർ എലമെൻറ്റ്, ദാറ്റ് ഈസ് കോപ്പർ, ഫ്രം ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. സോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള അല്ല കോപ്പർ ആര് ഡിസ്പ്ലേസ് ചെയ്തു? അയൺ ഡിസ്പ്ലേസ് ചെയ്തു, Fe ഡിസ്പ്ലേസ് ചെയ്തു. സോ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് നിന്ന് Fe ഡിസ്പ്ലേസ് ചെയ്തതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തുള്ള കോപ്പറിനെ Fe ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് സോ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, അതുകൊണ്ടാണ് ഈ റിയാക്ഷൻസിനെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് മൂവിങ് ഓൺ ടു കുറച്ച് വേറെ എക്സാമ്പിൾ നോക്കാം. സോ ഹിയർ ആർ ദ 2 എക്സാമ്പിൾ. Zinc, that is Zn, on reaction with copper sulfate it gives zinc sulfate and copper. So കോപ്പർ സൾഫേറ്റിനകത്തുള്ള കോപ്പറിനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? യെസ്, സിങ്ക് ഡിസ്പ്ലേസ് ചെയ്തു. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ദാറ്റ് ഈസ് Pb in the case of lead on reaction with copper chloride, that is CuCl2 to give PbCl2, that is lead chloride and copper. Here കോപ്പർ ക്ലോറൈഡിനകത്തുള്ള കോപ്പറിനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? യെസ്, ലെഡ് ഡിസ്പ്ലേസ് ചെയ്തു. സോ ദ റിയാക്ഷൻ, സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സോ മൂവിങ് ഓൺ ടു എന്തുകൊണ്ടാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഹിയർ ദ സിങ്ക് ആൻഡ് ലെഡ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ.
they displace the copper from its compound. സോ കോപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ സിങ്കും അതുപോലെ തന്നെ ലെഡും എന്ന് പറയുന്നത് കുറച്ചുകൂടി റിയാക്റ്റീവാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ. സോ ഇവിടെ കയ്യൊക്കെയുള്ളത് ആർക്കാണ്? ഏറ്റവും ഫലവാനായിട്ടുള്ള ആരാണ്? യെസ്, സിങ്കും ലെഡും ആണ്. സോ സിങ്ക് ആൻഡ് ലെഡ് ഡിസ്പ്ലേസസ് ദ കോപ്പർ ഫ്രം ഇറ്റ്സ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഓർ ഇറ്റ്സ് റെസ്പെക്റ്റീവ് സൊല്യൂഷൻ. ഇങ്ങനത്തെ റിയാക്ഷൻ, അതായത് സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദാറ്റ് ആർ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ദ മോർ റിയാക്റ്റീവ് എലമെൻറ്റ് വിൽ ഡിസ്പ്ലേസ് ദ less reactive element from the solution. So this is the basis. So displacement reaction എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൂവിങ് ഓൺ ടു വാട്ട് ഈസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ, there is an activity for you. This is an activity. Take about 3 ml of sodium sulfate solution in a test tube. So this is about a sodium sulfate solution, okay. And in another test tube, take 3 ml of barium chloride. So in a test tube, we have to check for സോഡിയം സൾഫേറ്റ്. വേറെ ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ എടുക്കേണ്ടത് ബേരിയം ക്ലോറൈഡ് ആണ്. മിക്സ് ദ 2 സൊല്യൂഷൻസ്, 2 സൊല്യൂഷനും കൂടി മിക്സ് ചെയ്യുക. വാട്ട് ഡു യു ഒബ്സർവ്? സോ നമ്മൾ എന്തിനടിയിലാണ് ഇത് പഠിക്കുന്നത്? യെസ്, ഇറ്റ്സ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് അടിയിലാണ്. സോ വാട്ട് വിൽ ബി ദ റിയാക്ഷൻ? നമുക്ക് എന്താ റിയാക്ഷൻ നോക്കാം. സോ ദിസ് ഈസ് എ റിയാക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ്, that is sodium sulfate on reaction with the barium chloride to form the barium sulfate and the sodium chloride. So here നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സോഡിയം എന്ത് ചെയ്യുന്നു? ബാരിയം ക്ലോറൈഡിനകത്തുള്ള ബാരിയത്തെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സോഡിയം സൾഫേറ്റിനകത്തുള്ള സോഡിയത്തെ ബാരിയം റീപ്ലേസ് ചെയ്തിട്ട് ബാരിയം സൾഫേറ്റ് ഫോം ചെയ്തു. സോ ഇവിടെ 2 ടൈപ്പ് ഓഫ് റീപ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. സോ സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സോ ദിസ് ഇസ് ദ ഡെഫിനേഷൻ ഫോർ ഇറ്റ്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആർ ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ 2 elements അല്ലെങ്കിൽ 2 compounds are displaced by respective ions or the respective elements, okay. So you will observe that white substance which is insoluble in water is formed. So in this reaction, that is sodium sulfate on reaction with barium chloride, നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റ് സബ്സ്റ്റൻസ് ആണ്. അത് ഇൻസോല്യൂബിൾ ആണ്. സോ സച്ച് സബ്സ്റ്റൻസസ് ഓർ സച്ച് ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസസ് ആർ കോൾഡ് പ്രസിപ്പിറ്റേറ്റ്. സോ ഇങ്ങനെ കിട്ടുന്ന ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പറയുക? പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ കിട്ടിയ പ്രസിപ്പിറ്റേറ്റ് ഏതാണ്? യെസ്, ഇറ്റ്സ് എ ബാരിയം സൾഫേറ്റ്. എനി റിയാക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് എ പ്രസിപ്പിറ്റേറ്റ് ഇസ് നോൺ ആസ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. സോ ഈ റിയാക്ഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനുമാണ്, ഓക്കെ. സോ വാട്ട് കോസസ് ദിസ്? എന്താണ് ഇതിന് കാരണം? ദ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബാരിയം സൾഫേറ്റ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമ്മൾ പറഞ്ഞു. ഇസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ബാരിയം ആൻഡ് സൾഫേറ്റ് ഇൻ ഇറ്റ്സ് അയോൺ, ഓക്കെ. സൾഫേറ്റ് നമ്മൾ എന്താ SO4 - അതുപോലെ തന്നെ ബാരിയം Ba2+ ആണ്. ദ അതർ പ്രൊഡക്റ്റ് ഫോംഡ് ഇസ് എ സോഡിയം ക്ലോറൈഡ് വിച്ച് റിമൈൻസ് ഇൻ ദ സൊല്യൂഷൻ. സോ വേറെ പ്രൊഡക്റ്റ് കിട്ടിയത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ് നമുക്കറിയാം, ഇത് ലയിച്ച് പോയാൽ എന്തായിരിക്കും? സൊല്യൂഷൻ്റെ ഫോമിൽ തന്നെ ആയിരിക്കും. സച്ച് റിയാക്ഷൻസ് ഇൻ വിച്ച് ദർ ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺ ബിറ്റ്വീൻ the reactants are called double displacement reaction. So these are the reactions in which there is an exchange of ions, okay, taking place. So recall the activity 1.1, 1.2. Can you recall it? Yes, it's between the lead nitrate as well as the potassium iodide, okay. What was the color of the precipitate formed? Can you name the compound precipitated? Okay, write about the balanced reaction or balanced chemical equation for the reaction. This is also a double displacement reaction, okay. What was the activity in 1.2? Yes, it's about lead nitrate as well as on reaction with the Ki, that is the potassium iodide. So this is the equation, that is lead nitrate on reaction with the potassium iodide to form lead iodide and പൊട്ടാഷ്യം നൈട്രേറ്റ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഡ് അയഡൈഡിൻ്റെ കളർ എന്തായിരുന്നു? യെസ്, ഇറ്റ്സ് യെല്ലോ കളേർഡാണ്. സോ ഇറ്റ് ഈസ് എ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആസ് വെൽ ആസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നമുക്കറിയാം ഈ ലെഡ് നൈട്രേറ്റിനകത്തുള്ള ലെഡ് ആര് റീപ്ലേസ് ചെയ്തു? യെസ്, ലെഡ് നൈട്രേറ്റിനകത്തുള്ള നൈട്രേറ്റിനെ ആര് റീപ്ലേസ് ചെയ്തു? So here is the answer. Lead nitrate, that is PbNO3 twice on reaction with the Ki, that is potassium iodide, to form lead iodide, that is a yellow color precipitate, and KNO3, that is potassium nitrate. So lead iodide, that is yellow in precipitate, we have already discussed in the last sessions, okay. This is an example for double displacement reaction.
എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം ദിസ് ഇസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? യെസ്, ലെഡ് നൈട്രേറ്റിനകത്തുള്ള ലെഡിനെ ആര് റീപ്ലേസ് ചെയ്തു? പൊട്ടാഷ്യം റീപ്ലേസ് ചെയ്തു ടു ഫോം ദി പൊട്ടാഷ്യം നൈട്രേറ്റ്. ആൻഡ് ദി KI-നകത്തുള്ള, അതായത് ലെഡ് പൊട്ടാഷ്യം അയഡൈഡിനകത്തുള്ള കെനെ, അതായത് പൊട്ടാഷ്യത്തെ ആര് റീപ്ലേസ് ചെയ്തു? ലെഡ് റീപ്ലേസ് ചെയ്തു. സോ ദ 2 types of replacing are taking place. So this type of reactions are called double displacement reaction. Hopefully it is clear to you. So എല്ലാവരും എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. താങ്ക് യു എവരി വൺ.